വിജയ് സേതുപതി സാറ് തിരിച്ച് ഞാൻ പോകാൻ നേരത്തും പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞ മറക്കല്ല്, നീ ഹീറോയാണ്. ശരിക്കും സ്പീച്ച് പ്ലാൻഡ് ആയിരുന്നു. സ്പീച്ച് ഒരു 1.5 മിനിറ്റ് പ്ലാൻഡ് ആയിരുന്നു, ബാക്കി അവിടെ സംഭവിച്ചതാണ്. കാരണം ഇത്രയും ഒരു ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്. അമ്മ ഭയങ്കര രജനീകാന്ത് ഫാനല്ലേ? പിന്നെ ഫാമിലിയെ ഭയങ്കര രജനീകാന്ത് ഫാനാ. 74 വയസ്സാ മനുഷ്യന്, വന്ന് സ്ക്രീനിൽ നിന്ന് തുടരാപ്പാക്കലാ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ കേറും നമുക്ക്. പിന്നെ ഈ നായകൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. പോകെ ആ സ്റ്റേജിനെ നമുക്കൊന്ന് കംഫർട്ടബിൾ ആക്കി തന്നു. മര്യാദക്ക് മൈക്ക് പിടിക്കാനൊക്കെ പഠിച്ചത് ബേസിക് അവിടെ നിന്നാണ്. അപ്പോൾ ഏതൊരു പോയിന്റിലായി പറഞ്ഞിപ്പം സുഡായിട്ടുള്ള ഒരു ഓൺടർപ്രണർഷിപ്പിലോട്ട് മാറണം അങ്ങനെ ഒരു തോട്ട് വന്നത് ഇപ്പം അച്ഛനൊക്കെ വയ്യാതെ വന്ന സമയത്താണ്? അല്ലല്ല, കിങ്ഡം ഷൂട്ട് സെക്കൻഡ് സ്കെഡ്യൂളിൽ നിന്ന് വെറുതെ ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു കട ഇടാടാ, ഒരു ഇഡ്ഡലി കട തുടങ്ങാമോ ഞാൻ ചോദിച്ചു. ഹൈറ്റ് കുറച്ച് ഷോർട്ടായിരുന്നു ഞാൻ. അപ്പം എൻ്റേതായിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തായിരുന്നു ഞാൻ. അപ്പം അതെല്ലാം ആ സമയത്തുള്ളത് കൊണ്ട് ഈ ഭയങ്കര ഈ കോളേജ് റൊമാൻസ് അതൊന്നും ഉണ്ടായിട്ടില്ല. വില്ലൻ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു സോഫ്റ്റ് പരിപാടി, ഒരു റൊമാൻറ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഹീറോ ലുക്കും വില്ലൻ ക്യാരക്ടറും കണ്ടിട്ടുണ്ടാവൂല. കമ്പിത്തിരി എന്നെ അത് എന്തോരം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? അയ്യോ, അതെങ്ങാനും റിലീസ് ആയിരുന്നെങ്കിലുണ്ടല്ലോ എന്നെ ഊക്കിയെന്നെ എല്ലാം കൂടെ. എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇപ്പോഴത്തെ കുറെ പരിപാടികളുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്, എനിക്ക് ആ പരിപാടിയൊന്നും അറിഞ്ഞൂടാ. നമുക്ക് റിലേഷൻഷിപ്പ് അറിയത്തുള്ളൂ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. പേഴ്സണലി ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ. ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, ഒരുപാട് സ്നേഹത്തോടെ അതിലുപരി ഒരുപാട് അഭിമാനത്തോടെ ലെറ്റ് മീ വെൽക്കം വെങ്കടേഷ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആക്ച്വലി നോർമലി ഞാനിങ്ങനെ ഇൻ്റർവ്യൂ എൻ്റെ ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നുള്ളത്. ഇവിടെ പക്ഷെ ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല, കാര്യം മൊത്തം നല്ല വിശേഷങ്ങൾ മാത്രമാണുള്ളത്. സോ ചേട്ടാ പറയൂ, വാട്ട് യു ഫീൽ റൈറ്റ് നൗ? എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു മൊമെന്റിൽ? ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. റെസ്പോൺസ് ആയാലും ആൾക്കാർ റിസീവ് ചെയ്ത രീതിയാണെങ്കിലും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങളാണെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോഴും ചുറ്റിലും നടക്കുന്നതൊക്കെ കണ്ട് എനിക്കിതൊക്കെ വേണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച കുറേ മൊമെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം സിനിമ കാണാൻ നേരത്ത് ഇപ്പോൾ ചേട്ടൻ്റെ ആ ഒരു സ്പീച്ചിലൂടെയാണ് ആക്ച്വലി കിങ്ഡം കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് വന്നത്. പക്ഷെ എങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നായികയിലെ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഓൾസോ ചേട്ടാ ഞാൻ ചോദിക്കാം, ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫാൻസി ഡ്രസ്സും പല വേഷങ്ങളൊക്കെ ചെയ്തു. പിന്നെ 12th ഒക്കെ എത്തിയപ്പോൾ സിനിമയോടുള്ള ആഗ്രഹം തുടങ്ങി, ജൂനിയർ ആർട്ടിസ്റ്റായി, ചെറിയ സിനിമകൾ ചെയ്തു. അതിനുശേഷം നായികനിൽ വന്നു, മലയാളം സിനിമ, തമിഴ് സിനിമയൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ കിങ്ഡത്തിൽ വന്ന് അടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ഫുൾ ഒരു കരിയർ ഗ്രോത്ത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന്. അതായത് ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ഞാൻ ഭയങ്കര ഒരു ലക്കി പേഴ്സണാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിയപ്പോഴും എനിക്കായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പം നായകനിലാണെങ്കിലും ഇപ്പം ആദ്യം ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ എൻ്റെ റെസ്പോൺസ് ബാഡായിരുന്നു. അപ്പോൾ സാറൊക്കെ പറഞ്ഞത് എനിക്ക് കാണാൻ പോലും തോന്നിയില്ല, ഒട്ടും ഫോക്കസ് ഇല്ലാതെയാണ് നീ ചെയ്തത്. അതാണ് ഫസ്റ്റ് എന്റെ ഒരു ഇംപ്രഷൻ നാട്ടിലുള്ളവർക്ക് പോകുന്നത്. ഫസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെയാണ്. എന്റെ ഫസ്റ്റ് പെർഫോമൻസിന്റെ എനിക്ക് കിട്ടുന്ന റിവ്യൂ അതാണ്. അപ്പം പക്ഷെ എന്നെ അതിൽ കളഞ്ഞില്ല, എലിമിനേറ്റ് ചെയ്തില്ല. അതെന്റെ ലക്ക. ഇല്ലെങ്കിൽ ഞാനായിരുന്നു ഫസ്റ്റ് എലിമിനേറ്റ് ആവേണ്ടിരുന്നത്. പക്ഷെ അതെന്റെ ലക്ക. ഞാൻ അവിടെ നിന്ന് അതിനുശേഷം ഇങ്ങനെ ഓരോ പടങ്ങൾ കിട്ടി. അപ്പം പെർഫോമൻസ് പരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴും അടുത്തടുത്ത സിനിമകൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ്. ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ എന്ന നിലയ്ക്ക് ഈ ലക്കും ഹാർഡ് വർക്കും കൂടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ?
എനിക്ക് 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 എൻ്റെ കാര്യത്തില് ഞാൻ ഈ സിനിമ വിടാതെ പിന്തുടരുന്നു ഒരു സാധനം മാത്രമേ ഞാൻ ചെയ്തോളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ടാലന്റിനെക്കാളും എന്നെ തുണച്ചത് ലക്കാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഓരോ പടം ചെയ്യുമ്പോഴും ഓരോന്ന് മിസ്റ്റേക്ക് പറയുന്നു, അതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് 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 ഓരോ റിവ്യൂവിലും പറയുന്ന മിസ്റ്റേക്ക് മനസ്സിലാക്കി ചെയ്താണ് ഇപ്പോൾ കിങ്ഡത്തിൽ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇത്രയും ഒരു ഇത് എനിക്ക് കേട്ടത് കൊണ്ടാണ്. ഇപ്പൊ എല്ലാവരും നല്ലത് പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ പറ്റൂല. അപ്പം ക്രിറ്റിസിസംസ് വന്നുകൊണ്ടാണ് നമുക്ക് ബെറ്റർ ആവാൻ നോക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇപ്പം വേറൊരു ജോണർ, ഒരു റൊമാൻറ്റിക് പരിപാടി, ഇപ്പം എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. ഇനിയിപ്പം ഞാൻ അത് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എൻ്റെ 100% ഇട്ട് അത്രയും സന്തോഷത്തോടെയായിരിക്കും ഞാൻ അത് ചെയ്യുന്നത്. അതും വർക്കായ ഓക്കെ, വേറൊരു ജോണറും എനിക്ക് വർക്കായി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. ചേട്ടന് എല്ലാ ജോണേഴ്സും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മൊത്തത്തില്. സത്യം. ഏതെങ്കിലും ഒരെണ്ണം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ ഒരെണ്ണം റൊമാൻസ് ആണ് ഏറ്റവും ഇഷ്ടം ഇപ്പോ. അതായത് വില്ലൻ പരിപാടി, ഇത് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു സോഫ്റ്റ് പരിപാടി, ഒരു റൊമാൻറ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇൻ കേസ് ഇത് വർക്കാവോ ഇല്ലയോന്ന് അറിയില്ല. ചേട്ടന്റെ ആ ഒരു ഇതിന്റെ ഒക്കെ കമന്റ്സിൽ തന്നെ കുറെ പേര് ഹീറോ ലുക്കും വില്ലൻ കണ്ടിട്ടുണ്ടാവൂല. കണ്ട് ഏത് വേറൊരു കമന്റ് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചായിരുന്നു, കണ്ടോന്ന് അറിഞ്ഞുകൂടാ. യു ചേഞ്ച് ദ ഹോൾ സിനാരിയോ ഓഫ് പ്രീ റിലീസ് ഇവന്റ്സ്. ചേട്ടൻ ലൈക് ചേട്ടന്റെ പേഴ്സണൽ ഐഡിയയിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോയുടെ താഴെ ഈ ഒരു കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്നത്. യു ചേഞ്ച് ദ ഹോൾ സിനാരിയോ ഓഫ് പ്രീ റിലീസ് ഇവന്റ്സ്. ആ ഒരു സ്പീച്ചും സംഭവം കാരണം ഇത് പലവട്ടവും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിന് മുന്നേ. എങ്കിലും ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, ശരിക്കും ആ സ്പീച്ച് പ്ലാൻഡ് ആയിരുന്നോ? പഠിച്ചിട്ടൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നോ? സ്പീച്ച് ഒരു 1.5 മിനിറ്റ് പ്ലാൻഡ് ആയിരുന്നു. ആദ്യത്തെ ഇത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിന് ഞാൻ വന്നു, അപ്പം ഇന്ന ആൾക്ക് വിജയ് സാറിനും പ്രൊഡക്ഷനും ഒക്കെ നന്ദി, അപ്പം നിങ്ങളെല്ലാവരും പടം കാണണം, എനിക്ക് ക്ലാപ്പ് ചെയ്യണം, ഇത്രയും ഞാൻ മനസ്സിലിങ്ങനെ വച്ചിരുന്നു. എന്നിട്ട് പോകണം. ബാക്കി അവിടെ സംഭവിച്ചതാണ്. കാരണം ഇത്രയും ഒരു ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം അന്ന് രാവിലെ ഞങ്ങളുടെ ഡയറക്ടർ സാർ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് സംസാരിച്ചു, എന്നെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര സന്തോഷവും ഇമോഷണലുമായി, ഞാനും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് പെട്ടെന്ന് സ്റ്റേജിൽ വിളിച്ചപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ പുറത്ത് വന്നതാണ്. എനിക്ക് പിന്നെ അവിടെ വിട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെ ചാൻസ് ചോദിക്കുന്നതൊന്നും എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. വിജയ് സാറിൻ്റെ അമ്മയെ കണ്ടപ്പം അമ്മ, ഞാൻ വീട്ടിലിങ്ങനെ ട്രെയിലറൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അമ്മയുടെ റിയാക്ഷൻ എനിക്ക് പറയണം തോന്നി. ബാക്കിയെല്ലാം ഒരു ബ്ലെസ്സിങ് പോലെയാണ് ആ ഒരു മൊമെന്റ്. എനിക്കത് അവിടെ ഇങ്ങനെ ഇത്രയും പറയാനോ ഇത്ര നിൽക്കാനുള്ള ധൈര്യവും അതെല്ലാം ഒരു ബ്ലെസ്സിങ് പോലെയാണ്. അതെ, സത്യം എല്ലാം ഉള്ളിലുണ്ടായിരുന്നത് ഞാൻ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു. അത് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതാണ് നോർമലി ചില സ്ഥലത്തൊക്കെ വേണേ നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കും പേടിയുണ്ടായിരുന്നു, അയ്യോ ഇവ എന്ത് ഓവറാണ്, ഇവ എന്താണിത്. പക്ഷെ ഞാൻ എൻ്റെ സത്യമായിട്ട് ഞാൻ അത്രയും ജെന്യുവൻ ആയിട്ടാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം. ആ ഒരു ഹഗ്ഗിന്റെ സീക്വൻസും ഇനിയിപ്പോൾ അമ്മയെ പറ്റി പറഞ്ഞുകൊണ്ടും ചേട്ടന്റെ ഈ പറഞ്ഞ അമ്മയുടെ ഒരു ഹൈലൈറ്റിൽ ഞാൻ കണ്ടതാ, തലൈവർ ഫാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓൾസോ യുവേഴ്സ് എന്ന് പറഞ്ഞ അനിരുദ്ധിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ അമ്മയുടെ മോൻ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് അല്ലേ? അതൊക്കെ എന്തൊരു ഭയങ്കര ഒരു കോയിൻസിഡൻസ് അല്ലേ? അത് തലൈവറിന്റെ പടത്തിന്റെ ട്രെയിലർ ഇട്ട് കൊടുത്തിട്ടാണ് വീഡിയോ ഇട്ടത്. രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തത് എന്റെ പടത്തിന്റെ ട്രെയിലറാണ് ഇട്ട് കൊടുത്തത്. അതെ, അത് അനിരുദ്ധ് മ്യൂസിക്. അതെ അതെ അയ്യോ, അത് കുറച്ച് എന്താ 2018-19 എന്തോ ഒരു സ്റ്റോറി ഒക്കെ കിടപ്പുണ്ട്. അതിൽ അനിരുദ്ധിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ ചേട്ടൻ അത് അച്ചീവ് ചെയ്തു എന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ശരിക്കും ഈ അമ്മയുടെ പേര് താര അല്ലേ? നോർമലി നമ്മളിങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞ ഹൈലൈറ്റ് കാണും, പോസ്റ്റിലൊക്കെ കാണും, എല്ലാത്തിലും താര താര താര. ശരിക്കും അമ്മ ഇത് കണ്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ്? ഇത് ആദ്യം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കേരളത്തിലെ രണ്ടാമത്തെ ഒരു ബിഗ്ഗസ്റ്റ് തിയേറ്റർ ഏറീസ് പ്ലക്സ് എന്ന് പറയും, വലിയ കിടിലം, ട്രിവാൻഡ്രത്തെ കിടിലം തിയേറ്ററാണ്. അപ്പം അവിടെ നിന്നാണ് കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് കണ്ടു, തമിഴാണ് കണ്ടത്. അമ്മ ഭയങ്കര 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 ഹാപ്പി ആയിരുന്നു എന്നെ വിളിച്ചിട്ട്. ആയി കാണുമായിരിക്കും, ചിലപ്പം പുറത്ത് കാണിക്കൂലായിരിക്കും. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു മുട്ടായിയൊക്കെ തന്നാണ് എന്നെ സ്വീകരിച്ചത്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയാണല്ലേ ചേട്ടന്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്? അതെ, അതായത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചിലത് റോങ് ആണ്, നോ, അപ്പൊ ചിലത് ഓക്കെ അറിയാം, ഇങ്ങനെ ഇതാണ് ചേരുന്നത്, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് അറിയാം.
അമ്മ ഒരു ടൈലർ ആയിരുന്നു. അമ്മ തയ്ക്കും. അപ്പൊ പൊതുവേ അറിയാലോ, ഞാൻ ഇങ്ങനെ പൊതുവെ ഭയങ്കര കളർഫുൾ പരിപാടിയൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പൊ പറയട്ടെ, നിന്റെ പ്രായത്തിനൊത്ത ഡ്രസ്സ് നീ ഇട്, കളർഫുൾ. മമ്മൂക്കെ കണ്ട ഡ്രസ്സ്, ഓരോന്ന് മമ്മൂക്കെ കണ്ട ഡ്രസ്സ് കണ്ട കളർ കണ്ട, അപ്പൊ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഓരോന്ന് ഇടുമ്പോഴും നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു ഫൺ. എങ്ങനെയുണ്ട്, ചിലപ്പോ കറക്റ്റ് ആട്ടോ ജഡ്ജ്മെന്റ്, പ്രായം തോന്നുന്നു എടുത്ത് കള 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 അങ്ങനെയൊക്കെ പറയും. അമ്മ ഭയങ്കര രജനീകാന്ത് ഫാനല്ലേ? പിന്നെ ഫാമിലിയെ ഭയങ്കര രജനീകാന്ത് ഫാനാ. അമ്മ, അച്ഛൻ രജനീകാന്ത്, മമ്മൂക്ക. പക്ഷെ അൾട്ടിമേറ്റ് രജനി ഫാൻസാ. ഞാൻ ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് പടം കഴിഞ്ഞിട്ട് ഞാൻ 6-ാം തീയതി ട്രിവാൻഡ്രത്ത് വന്ന ഉടനെ ഞാൻ ഇട്ടുകൊടുത്തത് കൂലി ട്രെയിലറാ അമ്മയ്ക്ക് കാണിക്കാൻ. പിന്നെ എന്നിട്ട് ഭയങ്കര ഹാപ്പി കണ്ടിട്ടമ്മ. എപ്പോഴും ഇങ്ങനെ, അതായത് 74 വയസ്സാ മനുഷ്യന്, പക്ഷെ ആ മനുഷ്യന്റെ എനർജി ഇതാണ് നമ്മളെല്ലാരും അമ്പരപ്പിക്കുന്നത്. അന്ന് സ്ക്രീനിൽ നിന്ന് തുടരാപ്പാക്കളാ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ കേറും നമുക്ക്. അതൊരു പവറാണത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, കമ്മിങ് ടു നമ്മുടെ കിങ്ഡം, അതിലേക്ക് വരാം. ഞാൻ കണ്ടത് തമിഴായിരുന്നു. അതിന് മുന്നേ പറയട്ടെ, ചേട്ടൻ്റെ ആ സ്പീച്ച് ഇവിടെ ഞങ്ങളുടെ ഈ ഓഫീസിൽ ഞങ്ങൾ അവിടെ സിസ്റ്റത്തിലിട്ടാണ് കണ്ടത്. അത് വന്ന് നമ്മൾ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ട് ട്രെൻഡിങ് ആണെന്ന് മനസ്സിലായപ്പോൾ ഫുൾ വീഡിയോ വിട്ട് നമ്മൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് കണ്ടത്. ആ ആളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഓഫീസിൽ കൊണ്ടുവരികയും ചെയ്തു. സ്പീച്ച് കണ്ടു, ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, നമുക്ക് തമിഴാ ഞാൻ കണ്ടേന്ന് പറഞ്ഞല്ലോ. ഈ തമിഴ് ഡബിങ്ങിൽ ആ ഒരു തമിഴ് വേറൊരു സ്റ്റൈൽ ആണല്ലോ, ശ്രീലങ്കൻ കൈൻഡ് ഓഫ് ആണല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ആ ഒരു ഡബിങ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഞാൻ തെലുങ്കാ ചെയ്തത്. ഹൈദരാബാദ് പോയി തെലുങ്ക് ചെയ്ത്. തെലുങ്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം തമിഴ് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയാക്കാം, നമുക്ക് കുറച്ചിങ്ങനെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് സീൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോക വേണ്ടുമോ? ഞാൻ പറഞ്ഞേ ഇതെന്താ? അപ്പം എന്നെ കഥയ്ക്കിരിങ്ങൾ അപ്പടിയോ, ഓ പെമ്പലകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കിങ്ങനെ ഡ്രാമ അടിക്കുന്നത് ഭയങ്കര പാടായിരുന്നു. അതായത് ടൂറിസ്റ്റ് ഫാമിലിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ട്യൂട്ടർ, സെയിം ട്യൂട്ടർ, ആ മാം ആണ് അവിടെ ഇരുന്നിട്ട് ഒരു ആരംഭിக்கிறേൻ എന്ന് പറഞ്ഞൂടാ, ക്രേൻ, ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്, മൈന്യൂട്ട് സാധനങ്ങൾ അവർ ഇരുത്തി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് അതിനെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വീക്ക് ചെയ്ത്. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് ശ്രീലങ്കൻ തമിഴിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു കല്ലേടി ഉണ്ടാവോ. ടു ബി ഹോണസ്റ്റ്, ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു, ഇനി ചേട്ടൻ തമിഴ് ഇത്തിരി ഇതായിട്ടാണോ ചേട്ടൻ ഇങ്ങനെ പറയുന്നതെന്ന് ആദ്യം തോന്നി. പക്ഷെ കൂടുതലുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള ഗുണ്ടകൾ പലരും ആ സ്ലാങ് സംസാരിച്ചപ്പോൾ അപ്പം എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ടൂറിസ്റ്റ് ഫാമിലി അത് ഈ അടുത്ത് കണ്ടതുകൊണ്ടാണ് ശ്രീലങ്കൻ തമിഴ് പോയിന്റ്സ് കിട്ടിയത്. അതെ, അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തായാലും ഒരു ഡബ്ഡ് ഫിലിം അല്ലേ, നമ്മള് തെലുങ്കില് ഉള്ള പടം തമിഴിൽ ഡബ് ചെയ്യുമ്പം അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ എനിക്കിതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീലങ്കൻ തമിഴ് ഡബ് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തൊരു പടം എനിക്ക് അങ്ങനെ വന്നാൽ ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ എനിക്കത് മറികടന്നൊരു പരിപാടി എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ തെലുങ്കിന്റെ കാര്യം പറയുമ്പോൾ ആ സ്പീച്ചിലും ഒക്കെ എന്ത് ഫ്ലോ, ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് തെലുങ്ക് പറയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഫറൻസ് എടുത്തപ്പം തെലുങ്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കൊന്നും ഞാൻ റെഫറൻസിന് വേണ്ടി കണ്ടതാ, എനിക്കൊന്നും മനസ്സിലായില്ല, ചോദ്യം ഒന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ കുറച്ച് ഇംഗ്ലീഷിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നൊക്കെയാണ് ഞാൻ കേട്ട് നോക്കിയത്. ശരിക്കും തെലുങ്ക് ചേട്ടൻ നേരത്തെ അറിയാമായിരുന്നു, ഈ ഫിലിമിന് വേണ്ടിയാണോ പഠിച്ചത്? ഞാനൊരു 5-6 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വളരെ ചെറിയൊരു പടമാണ്. അപ്പം ഞങ്ങളൊരു 1-2 വർഷം ഷൂട്ട് ചെയ്തു. പക്ഷെ അത് പടം ഇറങ്ങിയിട്ടില്ല, ഷെൽഡായിപ്പോയി, ബ്ലോക്ക് ആയിപ്പോയി. അപ്പൊ കുറച്ച് തെലുങ്ക് അറിയാം, എനിക്ക് ബേസിക് തെലുങ്ക് അറിയാം, എനിക്ക് ഗ്രാമർ എന്ന് പറഞ്ഞുകൂടെ തെലുങ്കിന്റെ. ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തെലുങ്കാണ് എനിക്ക് അതേ അറിയാവുള്ളൂ. അപ്പം പിന്നെ തിരിച്ച് കിങ്ഡം വന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് എനിക്ക് കുറച്ച് തെലുങ്ക് എനിക്ക് തെലുങ്ക് പറഞ്ഞാൽ കേട്ടാൽ എനിക്ക് മനസ്സിലാവും, ഏകദേശം എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുമ്പോൾ ചില വാക്കുകൾ തപ്പും, ചില കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ചില ഗ്രാമറുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോൾ പുറത്തുള്ളൊരു ആളായതുകൊണ്ട് എനിക്ക് തെലുങ്ക് പറയുമ്പോൾ എനിക്ക് പേടിക്കണ്ട, കാരണം തെറ്റ് വരും, ഞാൻ അവിടെ ഉള്ളവനല്ലല്ലോ, അപ്പൊ എനിക്ക് തെറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു തെലുങ്ക് സംസാരിക്കുന്നതിൽ. തെറ്റ് ഇപ്പൊ നമ്മൾ മലയാളം തെറ്റിച്ചാൽ തന്നെ കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ നമ്മളൊന്നും പറയത്തൊന്നുമില്ല. അതെ, നമ്മൾ പറയുമ്പോൾ എന്തായാലും തെറ്റുകൾ വരും. പക്ഷെ പറഞ്ഞു പോയി, അതങ്ങനെ പഠിച്ചു. ചേട്ടൻ ശരിക്കും തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പഠിക്കണം. എനിക്കറിയത്തില്ല. ഹിന്ദി പഠിക്കണം, ഹിന്ദിയും കൂടെ പഠിച്ചു വെക്കണം.
ഉടനെ അതിന്റെ ഒരു ഡിക്ഷണറി വാങ്ങിച്ചു വെക്കണം. നമുക്ക് അടുത്ത ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ സെറ്റ് ആക്കണ്ടേ? അതെ അതെ. ഓക്കെ ചേട്ടാ, ഈ ഒരു സിനിമയിൽ തന്നെ 2 അപ്പിയറൻസിൽ വരുന്നുണ്ടല്ലോ. സ്റ്റാർട്ടിങ് വേറൊരു ലുക്കും, അവസാനം കിഡിലോസ്കി അടിപൊളി ലുക്കും, ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളി ലുക്കും. ആ ലുക്കിൽ കയറി വരുന്നതും പിന്നെ പോസ്റ്ററിൽ കണ്ട സീക്വൻസ്, ആ ഒരു സീൻ ഉണ്ടല്ലോ ബ്ലഡ് ഒക്കെ ആയിട്ട്, ചേട്ടാ അടിപൊളി. എനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഥ പറയാൻ നേരത്തേക്ക് ഇങ്ങനെ 2 ട്രാൻസിഷൻ ഒക്കെ വേണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു പോയിന്റിൽ ഇവൻ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, ആദ്യം തൊട്ട് അവസാനം വരെ ഇവൻ ഉണ്ടാവും പടത്തില്. അപ്പം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും വലിയ സീനുകളാണ് എനിക്കുള്ളത്. എനിക്ക് സീൻ വൈസ് ഒക്കെ തലേ ദിവസമാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഇത്രയും വലിയൊരു ക്യാരക്ടറാണ്, ഇങ്ങനത്തെ ഒരു പരിപാടികളാണ് എന്നുള്ളത് ചെയ്ത് വരുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലെ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഈ ചാടിക്കളിക്കുന്ന മുരുകനും ഇവനും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയണം. അപ്പം നമ്മൾ ഹെയർ ഒക്കെ മാറ്റി ഒരു മിറർ സീക്വൻസ് ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിലിങ്ങനെ ഒരു കരയുന്നതും എല്ലാം ആയിട്ടുള്ള എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സീൻ ഈ ഒരു ഗെറ്റപ്പില്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി ഗൗതം സാറിന്റെ ഡിറക്ഷനും ഗൗതം സാർ എനിക്ക് തന്ന ഇൻപുട്ടും ആണ് എനിക്കത് കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആക്കി, കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ് മാറുന്ന ഇങ്ങനെയൊന്നും അറിയത്തില്ല? ഇല്ല. ആദ്യം ഇങ്ങനെയാണ്, ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്, ഇങ്ങനെയാണ്, അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു നറേറ്റീവ്. അതെ. അച്ഛന്റെ ക്യാരക്ടർ അത് നമ്മൾ പറയണോ? അതെ, വാവുസാറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരുപാട് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ലടാ. ഞാൻ തെലുങ്ക് പഠിക്കുന്ന ഡയലോഗ് ഫുൾ ടൈം ഇരുന്ന സെറ്റിലും പഠിച്ചുകൊണ്ടിരിക്കുക. ബാബുരായിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് തെലുങ്ക് ഡയലോഗ് പഠിക്കുന്ന. പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ല സെറ്റിൽ. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതിൽ ചിലതൊക്കെ കട്ട് വരുള്ളൂ, ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ടക്ക് 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 ഇങ്ങനെ പറഞ്ഞു പോവും. അപ്പൊ അതിന് പ്രോംപ്റ്റിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രോസസ് ആയിരുന്നു. ശരിക്കും ഫോർ ആക്ടിംഗ് പ്രോംപ്റ്റിംഗ് ഉള്ളതാണോ കുറച്ചും കൂടി ഈസി? അല്ലല്ല, പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ ഡയലോഗ് പറയുന്നത് അൾട്ടിമേറ്റ് ടാലന്റാ, അത് വേറൊരു ടാലന്റാ. ഇപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അവരിത് പറയും, അവര് പറയണതും കേൾക്കണം, നമ്മൾ ഡയലോഗ് റെൻഡറും ചെയ്യണം. അതെ, അവര് പറയുമ്പോൾ മോഡുലേഷൻ വേറെ രീതിയിലായിരിക്കും, അതിന് നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ മോഡുലേറ്റ് ചെയ്യും. അപ്പം അത് ഭയങ്കര പ്രോംപ്റ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും പാടാണ്. ഞാനിനി ആദ്യം ഞാൻ ബേസ് ചോദിക്കാതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോയത്. എങ്ങനെയാണ് ചേട്ടന് കിങ്ഡത്തിലേക്കുള്ള കോള് വന്നത്? അത് ഞാൻ ചോദിച്ചില്ല. റിബൽ എന്ന് പറഞ്ഞൊരു തമിഴ് പടം ചെയ്തിരുന്നു ഞാൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരു കോള് വന്നിട്ട് പറഞ്ഞു, ഗൗതം സാറിന്റെ പടമാണ്, വിജയ് ദേവരകൊണ്ടയാണ് നായകൻ, ഇതിലൊരു മെയിൻ കഥാപാത്രം ഉണ്ടെന്നുള്ള രീതിയിലാണ് കോള് വന്നത്, തെലുങ്ക് സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തെലുങ്കിൽ ഒരു ലോഞ്ച് കിട്ടി, അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി നേരിട്ട് മീറ്റ് ചെയ്തത്. അപ്പൊ ഗൗതം സാർ ഓഡീഷൻ ഒന്നും ചെയ്തില്ല എന്നെ, ഒരു ഓഡീഷനും ഇല്ലായിരുന്നു. റിബലിന്റെ ബേസിലാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കിതൊന്നും മനസ്സിലായില്ല. അപ്പം ഞാനിത് പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നെ പുള്ളിക്ക് ഓക്കെ എടാ നമുക്കിത് ചെയ്യാം, നമുക്കിത് ഡിസ്കസ് ചെയ്യാം, കുറച്ച് വെയിറ്റ് ഒക്കെ കയറ്റണം എന്നൊക്കെ പറഞ്ഞ് പരിപാടി ഓണായി 2 സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്, എടാ എന്നെ എങ്ങനെയാടാ നിനക്ക് കിട്ടിയത്? കാരണം എന്നെ കിട്ടാൻ ഒരു വഴിയുമില്ല. അപ്പം രവി എന്ന് പറഞ്ഞ ആളാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അവ എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ തമിഴ് പടത്തിന്റെ എന്തോ കണ്ട്, നിന്റെ എന്തോ ഒരു ഫോട്ടോ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ വന്ന്, ദാറ്റ് ഈസ് ലക്ക്. നേരത്തെ പറഞ്ഞത് ഹാർഡ് വർക്ക് ഒന്നും അല്ല, ഇങ്ങനെ ഒരു പടം ചെയ്തു. അപ്പൊ അതിന്റെ എന്തോ പറഞ്ഞ ഇവൻ കണ്ടപ്പോ ഇവന് സ്ട്രൈക്കായി, ഇവൻ ഗൗതം സാറിന് അയച്ചു കൊടുത്തു, ഗൗതം സാറിന് ഇഷ്ടമായി. അതെ, ഗൗതം സാറിനും ഇഷ്ടമായി. അങ്ങനെയാണ് ഇവരെന്നെ വിളിക്കുന്നത്. അതെ, അങ്ങനെയാണ് നമ്മൾ കിങ്ഡത്തിൽ വരുന്നത്, ഈ റോള് ചെയ്തത്. ശരിയാ ചേട്ടൻ പറഞ്ഞത്, ലക്കിന് ഒരു ഫാക്ടർ ഉണ്ട്. ഈ സിനിമയുടെ കാര്യം പറഞ്ഞ, റിബലിന്റെ കാര്യം പറഞ്ഞപ്പം ചേട്ടൻ ഇപ്പോഴത്തെ സ്പീച്ച് ഭയങ്കര വൈറലായി. പക്ഷെ അന്നും ഈ ജീവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ചേട്ടൻ ശരിക്കും കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ സ്റ്റേജ് ഫിയർ ഇല്ലെങ്കിൽ എന്താ മൈക്കെടുത്ത് സംസാരിക്കുക, സ്പീച്ച് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും? അയ്യോ, ഭയങ്കര പേടി. ഞാൻ ഒരു പക്ക ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെ ഫാൻസി ഡ്രസ്സിന് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിർത്തിയതാ, പിന്നെ ആ പരിപാടി ഇല്ല. അതിനുശേഷം ഞാൻ കായംകുളം കൊച്ചുണ്ണിയുണ്ട്, പരശുരാമനുണ്ട്, ശിവനുണ്ട്, ഗണപതിയുണ്ട്. അപ്പം കെട്ടാത്ത വേഷമില്ല എല്ലാം. അപ്പം അതിനുശേഷം ഇതേപോലെ 10th വരെ ഞാൻ വേറെ സ്റ്റേജിൽ കയറിയിട്ടില്ല. +1 +2 സ്റ്റേജിൽ കയറിയിട്ടില്ല. ഡ്രാമ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞാനില്ല, ഒന്നുമില്ല. കോളേജിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അവിടെ ഒന്നുമില്ല, സ്റ്റേജിലും കയറിയിട്ടില്ല, ഒരു ഡാൻസ് കളിക്കാൻ ഒന്നുമില്ല. പക്ഷേ
നായികൻ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഇത് എനിക്കുള്ളതല്ല, സ്റ്റേജാണ്, എനിക്ക് മൈക്കിലൊക്കെ പിടിച്ച് സംസാരിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ നായകൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ് പോകെ 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 ആ സ്റ്റേജിനെ നമുക്കൊന്ന് കംഫർട്ടബിൾ ആക്കി തന്നു. അതിനുശേഷം ഇപ്പം സ്റ്റാൻഡപ്പിൽ ഞാൻ മമ്മൂക്കയെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് യൂസ്ഡായി. ഇപ്പം നായകനിലാണ് ഞാൻ മര്യാദക്ക് മൈക്ക് പിടിക്കാനൊക്കെ പഠിച്ചത്. അതെ അതെ അതെ. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു പഠനവും ഒക്കെ നായകൻ ബേസിക് അവിടെ. പക്ഷെ നമുക്കത് തോന്നത്തില്ല. കാര്യം ചേട്ടൻ ഡാൻസ് കളിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ സ്പീച്ചിന്റെ കാര്യത്തില്, പിന്നെ ഈ പറഞ്ഞ ജീവ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ഒബ്സർവേഷൻ ഒക്കെ നന്നായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ജീവ സാറിന് കുറച്ച് ഓവറായിട്ട് അതിൽ ഇമിറ്റേറ്റ് ചെയ്ത്. ഇമിറ്റേഷൻ എപ്പോഴും കുറച്ച് സ്ലാപ്സ്റ്റിക് ആയിരിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളി അഭിനയിക്കും, കാരവാനിൽ പോയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യും, അപ്പുറത്ത് പോയി ഡബ് ചെയ്യും. അപ്പൊ ചില സമയം ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ പുള്ളി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഒരു മൂവ്മെന്റ് ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാ. എന്തൊക്കെ കാര്യങ്ങൾ അറ്റ് എ ടൈം പുള്ളി ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു പരിപാടിയാണ്. അപ്പം അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ അവിടെ പാരഞ്ജിത്തുണ്ടായിരുന്നു, എൻ്റെ അവസരം ഞാൻ ചോദിച്ചു, അങ്ങനെ പാരഞ്ജിത്തിന്റെ അടുത്തും ചോദിച്ചു. അതേപോലെ ഇവിടെയും എല്ലാവരുടെ അടുത്തും ശരിക്കും എപ്പോഴും ചാൻസസ് ചോദിക്കാറുണ്ട്, അല്ലാതെ തന്നെ പേഴ്സണലി ഒക്കെ? ഇല്ല, ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ അന്ന് നമുക്ക് ഫേസ്ബുക്ക് ആയിരുന്നു ടൂള്. അപ്പം ഫേസ്ബുക്കിലൂടെ ചാൻസ് ചോദിച്ചാണ് എനിക്ക് ഇങ്ങനെ ഓരോ സിനിമകളും കിട്ടി. ജിമിക്കി കമ്മലിലേക്ക് വന്ന അങ്ങനെയാ? ജിമിക്കി കമ്മലില് ഞാൻ അനിലേട്ടൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴാണ് പറഞ്ഞത്, എടാ ഇങ്ങനെ ഒരു പടമുണ്ട്, ഡയലോഗ് ഒന്നുമില്ല, 19 ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഞാൻ വരാന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ലാലേട്ടന്റെ പടമാണെന്നും. പക്ഷെ എനിക്ക് 19ാമത്തെ ദിവസം ഡയലോഗ് കിട്ടി. അവിടെ നിന്നാണ് ഞാൻ നായകനിൽ വരുന്നത്. നായകൻ എന്നാണ് സ്റ്റാൻഡപ്പ് കിട്ടുന്നത്. അങ്ങനെ എല്ലാം എനിക്ക് ഓരോ പടം കിട്ടാനും ഒരെണ്ണം കാരണമാവുന്നുണ്ട്. ചേട്ടന്റെ ഇപ്പൊ ഈ കിങ്ഡത്തിന്റെ സ്പീച്ചും കൂടെ കഴിഞ്ഞപ്പം നായകനിലെ ഒരു അഹം റൗണ്ട് ഒക്കെ ഇല്ലായിരുന്നു? അഹം റൗണ്ടിന്റെ താഴെ അതിൽ ഇപ്പൊ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം, ഇന്നലെ ഇന്നും മിനിയാന്നൊക്കെ ആയിട്ട് ഫുള്ള് കമന്റ്സ് വന്നിട്ടുണ്ട്. നോക്കിക്കോ, പോയി ഞാൻ സന്തോഷം അറിയിച്ചിരിക്കുന്നു. ആഫ്റ്റർ വാച്ചിങ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ലേറ്റസ്റ്റ് കമന്റ്സ് മുഴുവൻ അത് തന്നെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? കണ്ടില്ലായിരുന്നു? നോക്കിയാൽ മതി. ചേട്ടന്റെ നായകൻ എപ്പിസോഡ്സിന് താഴെയൊക്കെ ഇപ്പൊ കമന്റ്സ് വന്നിങ്ങനെ കിങ്ഡം കഴിഞ്ഞിട്ട് വരിക, കിങ്ഡം കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ അതുപോലെ നോട്ട് ചെയ്ത വേറൊരു കമന്റ് ആണ്, വേറെ ഏതൊരു വീഡിയോയുടെ ആട്ടോ, പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പറയാറുണ്ട് ആൾക്കാര്. ചേട്ടന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറയും പൃഥ്വിരാജിന്റെ ഒരു ഫേസ് കട്ട് എന്നൊക്കെ പറയും. പക്ഷെ നമുക്കിങ്ങനെ പേഴ്സണലി തോന്നിയിട്ടൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അല്ലേ, ആരെപ്പോലെ ഇരിക്കുന്നെന്ന് പറയരുത് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. പക്ഷെ ഇവരിങ്ങനെ പറയുന്നത് കാരണം അദ്ദേഹം റിജക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റോള് കിട്ടിയാൽ അതെ 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 അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. ഓക്കെ ഫൈൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് നമ്മുടെ കിങ്ഡത്തിന്റെ ഇത് കിട്ടിയല്ലോ, സിനിമയിലേക്ക് വരുന്നു, ഓണായി, മെയിൻ ക്യാരക്ടറാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം ചെന്ന് പറഞ്ഞ ആരോടാ? ഫസ്റ്റ് ഞാൻ അമ്മേൻ്റെ അടുത്താണ് പറഞ്ഞത്, വേറെ ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് അമ്മേൻ്റെ അടുത്താണ് പറയുന്നത്. ഇങ്ങനെ എല്ലാം ഓണായതിനു ശേഷം ആണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ് പടം ചെയ്തത്. എനിക്കൊന്ന് ഞാൻ ഫസ്റ്റ് ഷൂട്ടിന് ശേഷമാണോ പറയുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഫസ്റ്റ് ഷോട്ട് വെച്ചതിന് ശേഷമാണ് വീട്ടിൽ പോയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് പടം കിട്ടി എന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ അതാണ് കിങ്ഡം. കാരണം കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം വീട്ടിൽ പറഞ്ഞ് അഥവാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ മൊത്തം നെഗാവുമല്ലോ. സംഭവിച്ചു മുമ്പൊക്കെ ഒരു എക്സ്പീരിയൻസ് അത്. അതെ, പിന്നെ എത്രയോ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നത്. ബേസിക്കലി നമ്മുടെ അവിടെ ഉള്ള ഒരു വീട്ടിൽ പപ്പ എന്നാണ് വിളിക്കുന്നത്. അമ്മ എന്ന് വെച്ചാൽ ആ പപ്പയല്ല, ഡാഡിയെ നമ്മൾ പപ്പ എന്ന് വിളിക്കുന്ന പപ്പയല്ല, ഇത് പപ്പ. പക്ഷെ അതുപോലൊരു പപ്പയാണ്. വീട്ടിൽ ഇങ്ങനെ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പേരിട്ടാണ് വിളിക്കുന്നത് ഞാൻ. അപ്പം ഇങ്ങനെ പടം കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് 1 വർഷം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ അമ്മ കണ്ടപ്പോൾ കുറച്ചും കൂടെ ആ ഒരു എക്സൈറ്റ്മെന്റും അമ്മയുടെ ഓഫീസിലുള്ളവർക്കും എല്ലാവർക്കും അതിങ്ങനെ ഭയങ്കര സന്തോഷം. അവരായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രൗഡ് ആവുന്നത്. കാര്യം അച്ഛൻ്റെയും അച്ഛൻ്റെ ഒരു വാക്ക് പറഞ്ഞത് പണ്ട്, ഇങ്ങനെ ഒരു മോൻ ജനിച്ചതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, ഈ മോൻ്റെ അച്ഛനും അമ്മയും അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞത്. സത്യമായിട്ടും അവരിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൗഡായിരിക്കുന്നതും ചേട്ടനെ ഉണ്ടായതുകൊണ്ടായിരിക്കും. ചേട്ടൻ്റെ ഈ ഒരു കരിയർ ഗ്രോത്തും സിനിമയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നേരത്തെ ആദ്യം പറഞ്ഞത് അമ്മയോടാണോ അതറിയാനാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് വിളിച്ച അമ്മയാണോ എന്നുള്ളത്. അമ്മ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഇതിങ്ങനെ വേണ്ടായിരുന്നു അങ്ങനൊന്നും പറയാറില്ല, എല്ലാത്തിലും ഹാപ്പിയാണ് അമ്മ. ക്രിട്ടിസൈസ് എങ്ങനെയെന്ന് വെച്ചാൽ
ഞാൻ ചില സമയത്ത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു കൂനലൊക്കെ ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും പറയും ഡേ നടക്കുമ്പോ നേരെ നടക്ക് അങ്ങനെയൊക്കെ പറയും. അല്ലാതെ ഞാൻ ഏത് സിനിമ ചെയ്താലും അവർക്ക് ഓക്കെയാണ്, അമ്മയല്ലേ പിന്നെ അവര് ഫുൾ ഭയങ്കര ഒരു ക്രിട്ടിസൈസിങ് ഈ ഡ്രസ്സിങ്ങിലൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല ക്രിട്ടിസൈസിങ് ചെയ്യാറില്ല. ഈ സിനിമയില് ചേട്ടൻ വിളിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ കാസ്റ്റ് ലൈക്ക് വിജയ് സാറും ഇവരൊക്കെ ഉണ്ടെന്നുള്ളതായിരുന്നോ മെയിൻ അറ്റൻഷൻ പോയത്, അത് സ്റ്റോറി അങ്ങനെയാണ്, സ്ക്രിപ്റ്റ് ആണോ നോക്കിയത്? ഇല്ല, ഗൗതം സാർ ഫസ്റ്റ്, ഗൗതം സാറിന്റെ പടം ജേഴ്സിക്ക് ശേഷം എടുക്കുന്നത് അതായിരുന്നു. പിന്നെ വിജയ് ദേവർകൊണ്ട പടം തെലുങ്കിൽ എനിക്കൊരു ലോഞ്ചാണ്, സിത്താര എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻസ്. പിന്നെ ടീം തന്നെ എടുത്തു, ഗിരീഷേട്ടൻ ക്യാമറ, അനിരുദ്ധ് മ്യൂസിക്. ഇതുപോലൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇത് നമുക്കായിട്ട് വന്നതാ. അപ്പൊ ആരെങ്കിലും ഇതിനെ തട്ടിക്കളയോ? അയ്യോ, ചേട്ടൻ ഉടൻപണത്തിലാന്ന് തോന്നുന്നല്ലേ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഒന്ന് വിജയ് ദേവർകൊണ്ടയും പിന്നെ വിജയ് സേതുപതിയും, അതിന്റെ എന്തെങ്കിലും? ഇല്ല, അത് സത്യം പറഞ്ഞാൽ ഞാൻ കിങ്ഡത്തിനൊപ്പം ഒരു പടം ചെയ്തിരുന്നു ഞാൻ വിജയ് സേതുപതി സാറുമായിട്ട്. കുറച്ചു ദിവസം ഷൂട്ട് ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇതിന്റെ ഒരു ഡേറ്റ് ക്ലാഷ് കാരണം. പക്ഷെ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ പറ്റി, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റി. വിജയ് സേതുപതി സാറ് തിരിച്ച് ഞാൻ പോവാൻ നേരത്തെ പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞ മറക്കല്ല് നീ ഹീറോയാണ്. അങ്ങനെ പറഞ്ഞു? ഓ അടിപൊളി. ഞാൻ പറഞ്ഞ മറക്കല്ല് നീ ഹീറോയാണ്, ഫോക്കസ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഉറപ്പായിട്ടും സാർ. ചാർപ്പി സിനിമ കണ്ടിട്ടുണ്ടാവില്ല, എന്തായാലും കാണാം. അതെ. ഈ ഫിലിം കഴിഞ്ഞിട്ട് ഇറങ്ങിയതിനു ശേഷം ബാക്കി ഫിലിം കൂടെ ഉള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ നിന്നൊക്കെ ഉള്ള റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? വിളിച്ചൊക്കെ പറഞ്ഞു? നമ്മുടെ കിങ്ഡത്തിൻ്റെത് പടം അവിടെ നിന്ന് കണ്ടപ്പോ തന്നെ വിജയ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അടിപൊളിയായിട്ടുണ്ട്, യു കിൽഡ് മൈ ഫിലിം, അങ്ങനെ പറഞ്ഞു. ബാക്കി അങ്ങനെ കോണ്ടാക്ട് ഒന്നും വന്നില്ല. ഡയറക്ടർ സാർ എന്നെ അന്ന് രാവിലെ തന്നെ വിളിച്ചു. അപ്പം എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല ഞാൻ നായികനായകനുള്ളതോ? പിന്നെ എല്ലാരും പോയി, വിശ്വ എല്ലാ ആഡിസ് എല്ലാരും പോയി, അവരും കൈയടിച്ചു. ഞാൻ പറഞ്ഞ അളിയ പോവുക, കൈയടിക്കുക, വരിക. ഞാനും കൈയടിച്ചു. അതെ, അപ്പൊ അവരും ഭയങ്കര ഹാപ്പി പരിപാടിയായിരുന്നു. ചാക്കോച്ചൻ എന്റെ പോസ്റ്ററൊക്കെ എടുത്ത് ഷെയർ ചെയ്തു. അവരിപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് സന്തോഷമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പടം കണ്ടു. അതെനിക്ക് ഞാൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ആൾക്കാർ സിനിമ കണ്ടത് കിങ്ഡം ആണ്. അതെ. സിനിമയിൽ ചേട്ടൻ ഉണ്ടാവോ? അറിഞ്ഞൂടാ, അവ എന്തോ ഒരു പരിപാടി എഴുതിക്കൊണ്ടിരിക്കണം. അവ ഇങ്ങനെ ഓരോന്നും പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അളിയ ഞാനും ഹീറോ ആവാൻ നടക്കണളിയാ, ഞാനും ഹീറോ ആവാൻ നടക്കുകയാണ്, ഇതിൽ നീ ഹീറോ, ഞാൻ വേറെ ഒരെണ്ണത്തിൽ ഹീറോ, അങ്ങനത്തെ പരിപാടിയാണ്. ഞാൻ ഇപ്പൊ അവന്റെ ഫ്ലാറ്റിൽ നിന്നാ വരണേ, ഞങ്ങളിപ്പോ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ ഫിലിമിന്റെ വർക്കൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലേ? പിന്നെ അവന്റെ എഴുത്തും പ്രിയും ഒക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അവൻ അത് ഓൺ ആക്കി, അത് ഹിസ്റ്ററിയാ. കാരണം ഒന്നുമില്ലായ്മ ഫ്രം സീറോ ടു ഒരു പടം ഓൺ ആക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും ഒരു സീനെങ്കിലും ഞാൻ വരും അതിനകത്ത്. അത്രേ ഉള്ളൂ, ചോദ്യം പറിച്ചൊന്നുമില്ല, ഞാൻ ഉണ്ട്. അതെ, അപ്പൊ അവൻ എന്റെ അടുത്ത് വേറൊരു ക്യാരക്ടർ പറഞ്ഞപ്പോ അളിയ ഇല്ല, ഞാൻ ഹീറോ ആയിട്ട് നിൽക്കാൻ പോവുകയാണ്, നീ ഇവിടെ ഹീറോ ഇല്ല, പക്ഷെ ഞാൻ ഒരു സീനിലെങ്കിലും ഞാൻ വരും അതിനകത്ത്. പിന്നെ നമ്മുടെ പടം അത്. പിന്നെ ഉറപ്പായിട്ടും ചേട്ടൻ +2 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പോയി സിനിമ കാണാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആരുടെ സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്? അന്ന് 2012 ഇറങ്ങി കണ്ടിട്ടുണ്ട്, കണ്ടേൻ കാതലെ കണ്ടിട്ടുണ്ട്, ഹാപ്പി ഹസ്ബൻഡ്സ്. പക്ഷെ നമ്മൾക്ക് സ്ട്രൈക്ക് ആയത് ബെസ്റ്റ് ആക്ടറാണ്. ശരിയാ, അത് ഒരു ആക്ടർ എന്ന നിലയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്ന നിലയ്ക്കും തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ബെസ്റ്റ് ആക്ടറിൽ ഇങ്ങനെ മമ്മൂക്ക അവിടെ പോയി ചാൻസ് ചോദിച്ചിട്ട് ഭാര്യ മോനെയൊക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ച് നടന്നു പോകുമ്പോൾ ഒരു സാധനമുണ്ട്, ഞാനൊക്കെ ആ സമയത്ത് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രാഞ്ചിയേട്ടൻ, ആ സമയത്ത് ആ പ്രാഞ്ചിയേട്ടനൊക്കെ എൻ്റെ അറിവിൽ ആ സമയത്ത് ഇറങ്ങിയെന്നാ തോന്നുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറെ കണ്ടാണ് നമുക്ക് ഇതിനോട് കുറച്ചും കൂടെ ഒരു താല്പര്യം വന്നത്. വേറെ ഏതെങ്കിലും സ്കൂളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ജോലിക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ പൊക്കിയിട്ടൊന്നുമില്ല. പൊക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ അറ്റൻഡൻസ് ഉണ്ടാവും, രാവിലെയും 3 മണിക്കും അറ്റൻഡൻസ്. ഞങ്ങൾ രാവിലെ അറ്റൻഡൻസ് എടുത്തിട്ട് 11 മണിക്കത്തുള്ള ഷോയ്ക്ക് പോകും, പോയിട്ട് ഉച്ചയ്ക്ക് തിരിച്ച് കയറും. ലാസ്റ്റ് അറ്റൻഡൻസ് നമുക്ക് കിട്ടും. പക്ഷെ അതിൽ പൊക്കിയിട്ടും ഉണ്ട്. ഡെയിലി നമ്മൾ കട്ടടിക്കൂല,
ഇടയ്ക്കൊക്കെ ചേട്ടനൊരു കുരുത്തക്കേടൊക്കെയുള്ള ഒരു ടൈപ്പ് ആളായിരുന്നോ കോളേജിലൊക്കെ? ഇല്ല. അതായത് ഇങ്ങനെ കട്ടടിക്കുമെങ്കിലും ഭയങ്കരമായിട്ട് സംസാരമൊക്കെ, കാരണം എനിക്ക് ഹൈറ്റ് കുറച്ച് ഷോർട്ടായിരുന്നു ഞാൻ. അപ്പം എൻ്റെതായിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തായിരുന്നു ഞാൻ. അപ്പം ഇതൊന്നും ഒരു ഫാക്ടർ അല്ല എന്നുള്ള മെച്യൂരിറ്റി വരാൻ കുറച്ച് താമസം എടുത്തു. അപ്പൊ അതെല്ലാം ആ സമയത്തുള്ളത് കൊണ്ട് ഈ ഭയങ്കര ഈ കോളേജ് റൊമാൻസ് അതൊന്നും ഉണ്ടായിട്ടില്ല, വർക്കൗട്ട് ആയില്ല. അരികയുടെ ആഡ് ചേട്ടന്റെ ഭയങ്കര അടിപൊളിയായ ഒരു ആഡാണ്. അരികയുടെ പല പല ആഡുകൾ വന്നിട്ടുണ്ടെങ്കിലും ചേട്ടൻ അതുപോലത്തെ ഒരു ഓൾഡ് സ്കൂൾ റിലേഷൻഷിപ്പിന്റെ ആളാണോ? എന്ന് വെച്ചാൽ അരികയിൽ നിങ്ങളുടെ ആഹാരയും ചേട്ടനും കൂടെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുറച്ചൊരു പഴയൊരു സെറ്റപ്പ്, അങ്ങനത്തെ ഒരു ലൈനാണോ ചേട്ടൻ, അതോ ഇപ്പോഴത്തെ മറ്റേ പൂക്കി വൈബാണോ? എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇപ്പോഴത്തെ കുറെ പരിപാടികളുണ്ട്, എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. എനിക്കറിഞ്ഞൂടാ ജെൻസിയുടെ തന്നെ പല ടേംസുകളുണ്ട്, സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്. എനിക്ക് ആ പരിപാടിയൊന്നും അറിഞ്ഞൂടാ. നമുക്ക് റിലേഷൻഷിപ്പ് അറിയത്തുള്ളൂ, അതാണ്. ഒന്നും അറിഞ്ഞൂടാ. ചേട്ടൻ ഈ ഓൾഡ് സ്കൂൾ ആണോ പറഞ്ഞൂടാ? ഓൾഡ് സ്കൂൾ, ചിലപ്പോൾ ഓൾഡ് സ്കൂൾ ആയിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ അത് എന്ത് കാറ്റഗറി ആണെന്നുള്ളത്. എനിക്ക് അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ല, പറഞ്ഞു തരായിരുന്നു. ഓക്കെ, ചേട്ടൻ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ആക്ടറിലെ മമ്മൂക്കയുടെ ഒക്കെ ക്യാരക്ടർ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ, ലൈക്ക് ഇത് മുന്നോട്ട് പോണോ അങ്ങനത്തെ? ഇപ്പം ഈ ലാസ്റ്റ് ഒരു 3.5 years ബാക്ക് വേദ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പം നമ്മളെല്ലാവരും അത്രയും ഒരു എഫേർട്ട് ഇട്ട്, എല്ലാ പടവും എല്ലാവരുടെയും കഷ്ടപ്പാടാണ്. അപ്പം വേദ എന്ന് പറഞ്ഞൊരു പടം അത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്ത്, അപ്പം ഞാൻ ലീഡായിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് വേറെ പടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പടം നമ്മൾ ഇറങ്ങിയപ്പോൾ അതായത് ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു, തിയേറ്ററിക്കൽ. കാരണം ആ സമയത്ത് എക്സാം സമയമായിരുന്നു. അപ്പം റിലീസ് സമയവും എല്ലാം നമുക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ സിറ്റുവേഷൻസ് നമുക്ക് കുറച്ച് ഇതായിരുന്നു. പിന്നെ ആൾക്കാരുടെ ചില ആൾക്കാർക്ക് വർക്കാവുന്നുണ്ട്, ചില ആൾക്കാർക്ക് വർക്കാവുന്നില്ല. അധികം ആൾക്കാരിലേക്ക് നമുക്ക് ആ സിനിമ കൊണ്ട് എത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ എൻ്റെ കയ്യിൽ വേറെ സിനിമ ഇല്ല. അന്ന് അച്ഛനില്ല, അച്ഛൻ ഇതേപോലെ ശാരീരികമായിട്ട് നമ്മുടെ അപ്പൊ ആ ഒരു പോയിന്റിൽ ശരി അമ്മയെ നോക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോയിന്റിൽ സിനിമ അല്ലേ, എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പം 2 ദിവസത്തില് റിബലിന്റെ കോള് വരികയാണ്. അപ്പൊ തന്നെ കാരണം എനിക്ക് ഞാൻ ഡൗൺ ആയ എന്നെ സിനിമ അപ്പ് ചെയ്യും എന്നുള്ളൊരു ഞാൻ അതിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം ഞാൻ ഇതുവരെ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. എൻ്റെ പെർഫോമൻസ് മോശമായിരിക്കാം, പക്ഷെ എനിക്ക് സിനിമയോടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ അത്രയും ജെന്യുവിനായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഒരിക്കലും ഞാൻ അതിൻ്റെ ഒരു പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടില്ല. ഞാൻ അതിനോട് ജെന്യുവിനായിരിക്കുന്നതുകൊണ്ടാണ് അതെനിക്ക് ഇത്രയും ഒരു അവസരങ്ങളൊക്കെ എനിക്ക് തരുന്നത്. ഇപ്പം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അവസരങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പം എനിക്ക് സ്റ്റിൽ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു പ്രത്യേക പരിഗണന സിനിമ തരുന്നു. അത് ലക്കിൻ്റെ ബേസിസിലാണെങ്കിൽ പോലും ഞാനത് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു, കിട്ടുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് സിനിമ തരും, എനിക്ക് അത്ര ഇഷ്ടമാണ് സിനിമ. മനസ്സിലായി. ചേട്ടൻ അപ്പൊ ഏതൊരു പോയിന്റിലായി പറഞ്ഞിപ്പം സുഡായിട്ടുള്ള ഒരു ഓൺടർപ്രണർഷിപ്പിലോട്ട് മാറണം അങ്ങനെ ഒരു തോട്ട് വന്നത് അച്ഛനൊക്കെ വയ്യാതെ വന്ന സമയത്താണ്? അല്ലല്ല, കിങ്ഡം ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ നിന്ന് വെറുതെ ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു കട ഇടാടാ, ഒരു ഇഡ്ഡലി കട തുടങ്ങാമോ ഞാൻ ചോദിച്ചു. കിങ്ഡത്തിന്റെ ഷൂട്ട് നടക്കുമ്പോഴാണ് ചേട്ടൻ ഇത് തോന്നിയത്. എന്നാൽ ചേട്ടന്റെ ഇന്റർവ്യൂവിന്റെ മറ്റേ ബാക്കിയുള്ള ഈ കിങ്ഡത്തിന്റെ സ്പീച്ചിന്റെ ഒക്കെ താഴെ കമന്റില് ഒരു സ്ട്രീറ്റില് ഫുഡ് കച്ചവടം ചെയ്യുന്ന ഒരാൾക്കൊരു അവസരം കിട്ടിയതാ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്. അതായത് കിങ്ഡം തെലുങ്ക് ഓഡിയൻസ് ആട്ടോ ഇവിടെ ഉള്ളവർ അറിയത്തില്ല. സെക്കൻഡ് ഷെഡ്യൂൾ അതായത് കഴിഞ്ഞ November 16th, അന്ന് ഒക്ടോബർ സെപ്റ്റംബർ ലാസ്റ്റാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഇഡ്ഡലി കട തുടങ്ങാം, അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് സുട ഇഡ്ഡലി. അത് നമ്മൾ November 16th തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഹിറ്റായി. ദൈവം സഹായിച്ചു, ഫുൾ ഓഫ് ബ്ലെസ്സിങ്സ്. ഞങ്ങളുടെ ഫുഡ് നല്ലതായിരുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ഇമേജ് കോൺഷ്യസ് വന്നിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ചേട്ടന് തന്നെ അറിയാം ഈ സിനിമയൊക്കെ കിങ്ഡം ഒക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഒരു സെലിബ്രിറ്റി ഇമേജിൽ വരുമ്പം അങ്ങനെ ഒരു ഇങ്ങനെ ഷോപ്പ് നടത്തുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഷ്യസ് ഉണ്ടായിരുന്നു? ഇല്ല, കാരണം ഒരു സ്ഥലത്ത് ഫുഡ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഫുഡ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്.
അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇഡ്ഡലിക്കട തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ 5 പേരാണ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ 5 പേരും വേണം ഇതിനകത്ത്. ഞങ്ങൾക്ക് 5 പേർക്കും ബിസിനസ് ചെയ്ത് പരിചയമില്ല, ഞങ്ങൾക്ക് 5 പേർക്കും കുക്ക് ചെയ്ത് പരിചയമില്ല. ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തത് വരെ ഞങ്ങളുടെ അമ്മയെ വെച്ചാ, അമ്മമാരാണ് ഫസ്റ്റത്തെ ദിവസം മൊത്തം ഹാൻഡിൽ ചെയ്തത്. കാരണം November 16 തൊട്ട് അയ്യപ്പ സീസൺ ആയതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. ഓക്കെ, അതെ. അപ്പൊ അമ്മമാരെ ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോ ഇതിങ്ങനെ തുടങ്ങി ആദ്യം രാവിലെ 4 മണിക്ക് എണീറ്റ് കട തുറന്ന്, കട ഒരു 8:30-9 മണിയാകുമ്പോൾ കട അടച്ചിട്ട് നമ്മൾ പോകും. അപ്പം നമ്മൾ അങ്ങനെ പഠിച്ചാ നമ്മൾ നിന്ന്. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ വയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ആദ്യമേ പുറത്തുനിന്ന് ഒരാളെ നമ്മൾ വെച്ചാ അവസാനം അത് പോവും, അവൻ നമ്മളെ ഭരിക്കും, നമുക്ക് കാരണമൊന്നും അറിഞ്ഞൂടാ. അപ്പം ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ആദ്യത്തെ ഒരു 10-20 ദിവസം നമ്മളായിരുന്നു. പിന്നെ ഒരാളെ വെച്ചു ക്ലീനിങ്ങിനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ ഒരു 3 സ്റ്റാഫ് ഉണ്ട്. വളർന്ന് വലിയ സംഭവമായി മാറി. എനിക്ക് വേല. ചേട്ടാ, ഇഡ്ഡലി എന്നുള്ള കോൺസെപ്റ്റ് എന്താ പറയാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഒരു ഇഡ്ഡലി ഫാനാ. എന്റെ ഫാമിലിയിൽ തന്നെ എന്റെ അമ്മാമ്മയുണ്ട്, ഇഡ്ഡലി അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അമ്മാമ്മ ഭയങ്കര കിടില ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ്. അച്ഛൻ ഇതേപോലെ ഇഡ്ഡലിയൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും വെറൈറ്റി ഇഡ്ഡലികൾ എങ്ങനെ കിട്ടിയ ഐഡിയ? ഇപ്പം നമ്മുടെ കയ്യിൽ സോയ ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, ബട്ടർ തട്ട്, പനീർ ഇഡ്ഡലി, ദം ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഈ സോയ ഇഡ്ഡലി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ചേട്ടൻ്റെ കോൺട്രിബ്യൂഷനാണ്. ബട്ടർ തട്ടൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയതാണ്. ബട്ടർ തട്ട്, ഗീ പൊടി ഇഡ്ഡലി നമ്മൾ ഫ്രൈ ചെയ്ത് ലൈവിൽ പാനിൽ അടിച്ചു കൊടുക്കും. ദം ഇഡ്ഡലി ഞാൻ കിങ്ഡത്തിന്റെ സെറ്റിൽ നിന്ന് പൊക്കിയതാ. അവിടുത്തെ ഏഡീസ് ഒക്കെ കഴിക്കുന്ന വെച്ചാൽ ഒരു ബൗളിനകത്ത് ഇഡ്ഡലി, സാമ്പാർ, വടയൊക്കെ മിക്സ് ചെയ്ത്, സാമ്പാർ എല്ലാം പരിപാടി ഒഴിച്ച് ഒരു സ്പൂണിൽ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രത്യേകം കറിയുടെ ഒരു ബാഗേജ് ഇല്ല, എവിടെ പോകുമ്പോഴും ഈസിയാണ്. അപ്പം അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ കുറച്ച് മിക്സറും കപ്പലണ്ടിയൊക്കെ ഇട്ട് ഒരു പരിപാടി, ലേസ് ഒക്കെ ഇട്ടൊരു സംഭവം സെറ്റ് ചെയ്ത്. ആദ്യം ലേസ് ആയിരുന്നു, ഇപ്പൊ ലേസ് മാറ്റി ഇപ്പം കപ്പലണ്ടി പരിപാടിയൊക്കെ ഇട്ട് ഒരു ദം ഇഡ്ഡലി. നമ്മുടെ ഒരു എവിടുന്നൊക്കെ ഐഡിയ കിട്ടിയത് നോക്ക്. കിങ്ഡത്തിൽ അടുത്തൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അവിടെ വേറെ പല ഐറ്റങ്ങളുമാണ്. ഇഡ്ഡലി ബേസ് അല്ല, ഇഡ്ഡലിയും ദോശയും ഉണ്ടാവും. പക്ഷെ ദോശയിൽ കിടുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി സാധനം കൊണ്ട് വരാൻ പോവാണ്. അതെ. ഓക്കെ ചേട്ടാ, ഞാൻ ചോദിക്കായിരുന്നേ, ഈ നമ്മുടെ ഷോപ്പ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു, മാറ്റിയിട്ടില്ല? എടാ ഇല്ല, അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നു. അതായത് അവിടുത്തെ ഇങ്ങനെ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ തുടങ്ങുന്നു. നമ്മൾ അടുത്തൊരു ഷോപ്പ് ഉണ്ടാവുന്നത് വരെ അവിടെ തന്നെ നമ്മൾ ആയിരിക്കും, കണ്ടിന്യൂ ചെയ്തു പോകും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇതുവരെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ? സോറി, മാറ്റിയിട്ടില്ല. കുറെ ആൾക്കാർ ഇങ്ങനെ ഷോപ്പ് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇതുവരെ മാറ്റിയിട്ടില്ല നമ്മൾ. ഇനി പുതിയ ഷോപ്പ് വരുമ്പോൾ അടുത്ത ലൊക്കേഷൻ. അത്രേ ഉള്ളൂ. തൊട്ടടുത്താ, അവിടെ തൊട്ടടുത്തൊരു അടിപൊളി. നമ്മള് ആ ഷോപ്പിന്റെ തിണ്ണയിലൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വികാരമുള്ളൊരു ഷോപ്പാണ്. ഞങ്ങൾക്ക് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹൈലി റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് വരിക, ബാക്കി ദൈവം. ചേട്ടൻ പേഴ്സണലി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണോ? ആണ്. ഇമോഷണലി വൾണറബിൾ ആണ്. അതെ അതെ. പക്ഷെ അത് എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെങ്കിലും ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വിഷമം വരും, വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ അത് വരും. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷനുമായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെ പേഴ്സണലി ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ചെറുത് തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ, വലുത് കിട്ടിയ പിന്നെ ഹാപ്പിയാ, എല്ലാം ഹാപ്പിയാ. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നത് സിനിമ അല്ലാതെ ഭയങ്കര ഹാപ്പിനെസ് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുവിടറാ. എനിക്ക് ഇപ്പൊ പയ്യന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ള മൊമെന്റ് ആണ്. പക്ഷെ സിനിമയാണ് എനിക്ക് ഫുള്ളൊരു എല്ലാം. എന്ന് വെച്ചാൽ ഇപ്പം എന്നെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുന്നത്, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടാ, എനിക്ക് ഭയങ്കര മൊമെന്റ്. അത് സിനിമ കാരണമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിക്കുന്നത് സിനിമ കാരണമാണ്. അപ്പം അങ്ങനത്തെ പല മൊമെന്റുകളും ഇപ്പൊ ആൾക്കാർ യൂട്യൂബിലൂടെ കണ്ടിട്ട് എന്നെ റെസ്പോൺസ് ചെയ്യുന്നു. ഇപ്പൊ നീ പറഞ്ഞ പോലെ കമന്റ് പലതും വരുന്നു, സിനിമ കാരണമാണ്. അപ്പം ഇങ്ങനത്തെയാണ്, സിനിമയെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ മൊത്തം ഒരു സന്തോഷവും. പിന്നെ അൾട്ടിമേറ്റ്ലി ഫാമിലി കൂട്ടുകാരന്മാര്, ചുറ്റുമുള്ള ആൾക്കാർ എല്ലാം കിടിലം ആൾക്കാരാ. അതുകൊണ്ടാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് എല്ലാം കിടിലം ആൾക്കാരാ. ഓക്കെ, ബിഫോർ എൻഡിങ് വിജയ് സാർ എന്തെങ്കിലും നല്ല നല്ല അഭിപ്രായങ്ങളും കറക്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മ? എടാ കറക്ഷൻസ് ഒന്നും പറഞ്ഞില്ല. പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളിയാണ് ആദ്യം, എടാ യു കിൽഡ് മൈ ഫിലിം, അടിപൊളിയായിരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യുകയും
ഇപ്പം ആ സ്പീച്ചിലാണെങ്കിൽ എന്നെ പറ്റി പറയുകയും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പ്രീ റിലീസ് പ്രസ് മീറ്റ് നടന്നപ്പോൾ ഞാൻ, വിജയ് സാറ്, സത്യ സാറ്, വംശി സാറ് എൻ്റെ പ്രൊഡ്യൂസറും, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. എനിക്ക് ആ ഫ്രെയിം ഇപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. യൂട്യൂബിൽ നോക്കിയ ആ തമ്മിലേ അതാ നമ്മൾ 4 പേരും ഇങ്ങനെ നിൽക്കുക. ഫസ്റ്റ് എല്ലാവരും ക്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ മനസ്സിലായി. അതിലുണ്ട് കമന്റ്, അത് ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഹിമോൺ ഫിലിം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഫയറിന്റെ ഇമോജിയും ഓൺ പ്രസ് മീറ്റ് എന്ന് പറഞ്ഞു കണ്ടായിരുന്നു. അതുണ്ടായിരുന്നു സിനിമയിൽ മറ്റേ ഫയറും പ്രസ് മീറ്റിൽ പൂക്കി. അപ്പം അങ്ങനെ പ്രസ് മീറ്റിൽ നമ്മൾ സംസാരിക്കുകയും പുള്ളി സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുള്ളിയാണെങ്കിലും സത്യദേവ് സാറാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ സജഷൻസ് എല്ലാവർക്കും തോന്നി അവർ പറയുന്നല്ലാതെ. വിജയ് സാർ ഭയങ്കര ഡൗൺ ടു എർത്ത്, സെറ്റിലും ഒക്കെ ഭയങ്കര. അതെ, പിന്നെ പുള്ളിയുടേതായിട്ടുള്ള ഒരു പ്രോസസ്സിലായിരിക്കുമല്ലോ, ഒരു സീനിനെ പുള്ളി വേറൊരു രീതിയിലായിരിക്കുമല്ലോ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഇതിലായിരിക്കും പുള്ളി ഇങ്ങനെ സംസാരിക്കും. എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു തടസ്സമുള്ളതിനാൽ പുള്ളിയാണ് ഇങ്ങോട്ട് വന്നത്. ഹേ, യു ആർ ഡൂയിങ് മുരുകൻ റൈറ്റ്, യാ വിൽ റോക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞത്. പുള്ളി നമ്മളെപ്പോലെ വന്നതാ, ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് വന്നതാ. പുള്ളിക്ക് ബേസിക് എന്താ പരിപാടി എന്നുള്ളത് അറിയാം. എങ്ങനെയാണ് ഒബ്സർവ് ചെയ്ത് നോക്കാറൊക്കെ. എനിക്ക് കുറച്ച് സീൻസേ ഉള്ളൂ കേട്ടോ. അവസാനത്തെ ഒരു പരിപാടിയും ഇതിന്റെ ഇടയിൽ ഒരു മിഡ് പരിപാടിയും. അപ്പൊ അവസാനത്തെ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പുള്ളി ആ തോക്കെടുത്തിട്ട് പറഞ്ഞ ഞാൻ സമയത്ത് മോണിറ്ററിന്റെ ബാക്കിലായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു, അത് അടിപൊളി സാധനമായിരുന്നു, അടിപൊളിയായിരുന്നു. മുരുകന് വേണ്ടി ചേട്ടൻ വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ടോ? വെയിറ്റ് ഗെയിൻ ബൾക്ക് ചെയ്തു, ഒരു 8 kg അടിച്ചു കയറ്റി. ഫൈറ്റും പരിപാടിയൊക്കെ? ഫൈറ്റ് ഞാൻ 2 തരം ഫൈറ്റ് ഉണ്ട്. ഒന്ന് കോടാലി ഫൈറ്റ്. ഓക്കെ, അപ്പം അതിങ്ങനെ ഭയങ്കര ഒന്നുമില്ല, അവരിങ്ങനെ കാണിക്കുമെങ്കിലും ചില ആൾക്കാരുടെ നെഞ്ചിൽ ചവിട്ടിയൊക്കെ ഞാൻ വെട്ടുന്നുണ്ട്. അതൊക്കെ കട്ടായി പടത്തുനിന്ന്. അപ്പം എനിക്കത് കുറച്ച്, അതായത് ഇത് നോവോ, അപ്പം ആ ഒരു പേടിയുണ്ടായിരുന്നു ഫൈറ്റിന്റെ ടൈമിങ്ങും പരിപാടിയും. രണ്ടാമത്തത് കുറച്ചും കൂടെ, അതായത് പുള്ളിയായിട്ടുള്ളത് ഇനി കുറച്ച് കട്ടായി പോയതാ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഫൈറ്റാ, മറ്റേ ലാസ്റ്റത്തെ. അപ്പം അത് എനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ മറ്റേ വിറച്ച് നിൽക്കണമല്ല, അത് ഇങ്ങനെ പിടിച്ച് ബോൾട്ട് ക്യാമറയിലൊക്കെ നമ്മൾ ചെയ്യൂലേ, അതുപോലത്തെ അടിച്ചടിച്ച അതുപോലത്തെ ഒരു സാധനം. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഇല്ലേ, കമ്പിത്തിരി? ആളുടെ അടുത്തൊക്കെ ആളൊക്കെ പോയി കണ്ടോ കിങ്ഡം? പറഞ്ഞോ ആ ഡയറക്ട് ചെയ്ത കൂട്ടുകാരൻ്റെ അടുത്ത്? അവൻ ഇവിടെ തന്നെ ഉണ്ട്, പറഞ്ഞതിന് മുന്നേ കണ്ടതേ ഉള്ളൂ. അവൻ സിനിമയിലൊന്നും അല്ല, അവൻ വേറെ ആരെയോ കൊണ്ട് വെച്ചിട്ട് അവന്റെ പേര് വെച്ചിട്ട് അവൻ എന്നെ നായകനായിട്ട് ചെയ്ത നമ്മളൊരു 2000 രൂപയുടെ പരിപാടിയായിരുന്നു കമ്പിത്തിരി. 2000 രൂപ എന്തിനായത്? ഇത്രയും നാള് ഷൂട്ട് ചെയ്തപ്പം തെർമോക്കോൾ വാങ്ങിച്ചതും ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, തെർമോക്കോളാണ്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് കമ്പിത്തിരി എന്നെ അത് എന്തോരം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും കമ്പിത്തിരി എന്ന് പറയുമ്പോൾ ഒരു റൈമിങ് വേർഡ് ഇതിനെ. അപ്പം ഇങ്ങനെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരൊറ്റ അലവലാതി കാരണം ഞാൻ മര്യാദക്ക് വേറെ പടത്തില്ല, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. പിന്നെ എനിക്കും താല്പര്യമായിരുന്നു കേട്ടോ. കാരണം അന്നത്തെ സമയത്ത് എന്നെ നായകനായിട്ട് ഒരു സാധനം ചെയ്യാൻ അവന് മാത്രം ധൈര്യം ഉണ്ടായിരുന്നു. അതെ, ഞാനും അവനൊക്കെ തന്നെ നമ്മളിങ്ങനെ ഒരു തെർമോക്കോളും എടുത്ത് കൂട്ടുകാരൻ്റെ ഒരു ക്യാമറയും പിടിച്ച് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഓരോ പരിപാടിയും ചെയ്യും. അന്നൊക്കെ ഞാൻ മറ്റേ ഇങ്ങനെ നമുക്കന്ന് അതാണ് ആക്ടിങ്. അയ്യോ, പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഷൂട്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ സംഭവം ഇറക്കി. ഒരു ഓഞ്ഞ പേര് വരുന്നു എന്റെ, ഹർഷിത്തേട്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താടാ, ഇല്ല റിലീസ് ചെയ്തിട്ടില്ല, അതിന്റെ ഫുട്ടേജ് പോലും ഇല്ല. പോസ്റ്റർ മാത്രം. അത് എന്റെ ഷൂസും അല്ല, ഷൂസ് കണ്ടാ അറിയാം മൊത്തം അഴുക്ക, അത് എന്റെ ഷൂസും അല്ല. നമ്മളെ അന്നത്തെ കമ്പിത്തിരിയും കൂട്ടുകാരനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചതാ.
അങ്ങനെ ഒരു ഫൺ ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഇതൊക്കെ. എന്നെ വെച്ച ഒരു പയ്യൻ ഒരു ഷോർട്ട് ഫിലിം എടുത്തില്ല, ആ കടപ്പാട് എനിക്ക് അവന്റെ അടുത്തുണ്ട്. അതെ അതെ അതെ, അവൻ പോയി പടം കണ്ട് ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോ ഞാൻ കണ്ടതേ ഉള്ളൂ, എന്നെ അവനാണ് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. അപ്പൊ അവൻ വേറെ പരിപാടികളാ ചെയ്തുകൊണ്ടിരിക്കണം, അവനിങ്ങനെ സിനിമയൊന്നും താല്പര്യമില്ല, ചുമ്മാ ഒരു ഫാഷന്റെ പേരിൽ അവൻ എന്നെ വെച്ച് ചെയ്തു. കാരണം ആ ഏരിയയില് ഞാനാണ് സിനിമാക്കാരൻ. ഒരു കൗതുകം കൊണ്ടോട്ടോ, ഈ കമ്പിത്തിരി പേര് സിനിമ ഇറങ്ങിയില്ലല്ലോ, എന്തായിരുന്നു കണ്ടന്റ്? പ്രണയം. സെറ്റ്. ഞാൻ അവളെ പ്രേമിക്കും, അവള് വേറൊരുത്തിനെ പ്രേമിക്കും. ഓ അന്ന് എക്സ്ട്രോർഡിനറി സ്ക്രിപ്റ്റ് അത്. അന്ന് ഞങ്ങളിതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇനി ചേട്ടന്റെ റൊമാൻസ് അല്ലേ ചെയ്യാൻ ആഗ്രഹമുള്ളത്? ഇനി റൊമാൻസ് ചെയ്യാനല്ലേ ആഗ്രഹം? അയ്യോ, അതെങ്ങാനും റിലീസ് ആയിരുന്നെങ്കിലുണ്ടല്ലോ എന്നെ ഊക്കിയെല്ലാം നമ്മുടെ. കാരണം അന്ന് നമ്മൾ എക്സ്ട്രോർഡിനറി സ്ക്രിപ്റ്റില്ല, വിത്തൗട്ട് സീറോ ബഡ്ജറ്റ് നമ്മൾ വൻ മേക്കിംഗ് സ്റ്റൈലൊക്കെയാണ്. മേക്കപ്പോ അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് കുറച്ച് ഓർഗാനിക്, ഞങ്ങള് അതെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം ലൈവ് ആയിരുന്നു. ആക്ടിങ് വൈസ് ആണെങ്കിലും എവിടെ പോകുന്നു അങ്ങനത്തെ വൈബ് പരിപാടികളായിരുന്നു നമ്മുടെ കമ്പിത്തിരി. അതുകൊണ്ട് അത് എപ്പോഴും ഒരു തീരെ ഓർമ്മയായിട്ട്. ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് ഇനി നെക്സ്റ്റ് പ്രോജക്റ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എടാ ലക്കിലി കുറച്ച് സ്ക്രിപ്റ്റ് വരുന്നുണ്ട്, അപ്പൊ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം എന്തെങ്കിലും ഒരു അടിപൊളി പരിപാടി കമ്മിറ്റ് ചെയ്ത് അടുത്ത ഷൂട്ടൊക്കെ ആയിട്ട് നല്ല ഫുൾ എൻഗേജ്ഡ് ആവണം. ഓക്കെ, എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം, നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഇന്നലെയും കൂടെ സിനിമ കണ്ട് കഴിഞ്ഞ ദിവസം സ്പീച്ചൊക്കെ കണ്ടിട്ട് ഇപ്പൊ ആളെ ഇവിടെ കൊണ്ടിരുത്തിയപ്പം ഭയങ്കര സന്തോഷം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചേട്ടൻ ഇനിയും നല്ലപോലെ അടിപൊളി ക്യാരക്ടർ ഒക്കെ ചെയ്തിട്ട് വേറെ ലെവലായിട്ട് മാറട്ടെ. ഓക്കെ ഏട്ടാ, താങ്ക് യു. അടുത്തൊരു ഇന്റർവ്യൂ നമുക്ക് എടുക്കാം. പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഏട്ടാ, താങ്ക് യു.